MICയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന പുതിയ സബ്ജക്റ്റും കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. നമ്മുടെ ഏറ്റവും പുതിയ മൂവിയായിട്ടുള്ള സുരേഷിൻ്റെയും സുമലതയുടെയും അതായത് ഹൃദയകാരിയായ പ്രണയകഥ. വല്ലാത്തൊരു പേര് തന്നെയാണ് സിനിമയ്ക്ക് ഇട്ട് വച്ചിരിക്കുന്നത് കേട്ടോ. പറയാനും പാട്, നോക്കി എടുക്കാനും കുറച്ച് പാട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ട്രെയിലർ കാണാം, അതിന് ശേഷം നമുക്ക് ബാക്കിയൊന്ന് കാര്യങ്ങളെല്ലാം പറയാം. നമുക്ക് നേരെ എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞില്ല ഇവൻ വരുമെന്ന്. ഇതുവരെ അനിയൻ ചെക്കനല്ലേ ആ ബഗഡ സുരേഷൻ? ഇവനും ചത്തിട്ടില്ലേ? നീ അമ്മാമേടെ മോര് മാറ്റിട്ട് ഏറെ കവിത മുങ്ങി നീ പറയടാ. കൊന്നാലും ഞാൻ എന്റെ ബാക്ക് സ്റ്റോറി പറയില്ല. ഏ ഭഗവതി, ആദ്യമ ചത്തു പറഞ്ഞിട്ട് സുരേഷൻ വന്നിട്ടുണ്ട്. സുരേഷ ഏടിയത് പുറത്തൊന്നും കാണാറില്ലല്ല. ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളും വരണം. അല്ല സുരേഷ, ഞാൻ വെറുതെ ആദ്യമായിട്ടാണല്ലേ? ഏതാപത്തിലും സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടാവും. സുമലത സുധാകരൻ. 60 കൊല്ലം മുമ്പ് നടന്നതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇനി ഇത് 60 കൊല്ലം കഴിഞ്ഞേ നടക്കൂ. വെള്ളയപ്പം വേണം? വിശപ്പില്ല. വാട്ടാ. ഓ നിന്നെ പറ്റിക്കും. അങ്ങനത്തെ ജാതികളാണ് അച്ഛൻ ഇമേജിന്റെ പ്രശ്നമാണ് മോളെ. വെള്ളയപ്പല്ലേ ചോദിച്ചു, താജ്മഹൽ ഒന്നല്ലല്ലോ. മോളാന്ന് സുമലത. ഏത് സുമലത? ഓർമ്മയുണ്ട? എന്നാ പറ. ഞാൻ പറഞ്ഞു, വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. എന്തായാലും നല്ല ഒരു ട്രെയിലറും കാര്യങ്ങളാണ്, ചിരിച്ച് ഉല്ലസിക്കാൻ പറ്റിയ നല്ലൊരു ട്രെയിലറും കാര്യങ്ങളാണ് നമ്മുടെ പടത്തിൻ്റെ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ആദ്യം റിലീസ് ഡേറ്റും കാര്യങ്ങളും പറഞ്ഞ് ബാക്കി ഓരോന്നായിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് റിലീസ് ഡേറ്റും കാര്യങ്ങളും വരുന്നത് മെയ് 16 തീയതിയാണ് ഇതും വരുന്നത്. പിന്നെ ഗുരുവായൂർ അമ്പലനടയിലും മെയ് 16. അപ്പോൾ ഇത് രണ്ടും കൂടാണ് കോമ്പറ്റീഷനും കാര്യങ്ങളും വരാൻ പോകുന്നത്. കോമഡി, ഡ്രാമ, റൊമാൻറ്റിക് ആണ് നമ്മുടെ സിനിമയും കാര്യങ്ങളും വരുന്നത്. നല്ല അടിപൊളി ഉഗ്രൻ കോമഡിയും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ വേറെ ഒരു കാര്യം എടുത്തു പറയാമെന്ന് വെച്ചാൽ ഏത് ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ താൻ കൊണ്ട് കേസ് കൊടുക്കുന്ന മൂവിയിലൊരു ടീമും എല്ലാം കൂടെ ഇതിനകത്ത് അണിനിരക്കുന്നുണ്ട്. കുഞ്ചാക്കോവൻ്റെ കാര്യങ്ങൾ റോളും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം ആടെ കാമുകിയെ തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കുഞ്ചാക്കോവനാണ്. പിന്നെ നല്ല ഒരു റൊമാൻറ്റിക് രീതിയിലുള്ള ആക്ഷനും രംഗങ്ങളും എല്ലാം അതിനകത്ത് മിക്സ്ഡ് ആയിട്ടുണ്ട്. പിന്നീട് വരുന്നത് ആ വീടുന്നോടെ ചോദിക്കുന്നത് നല്ല കിടുക്കാച്ചി കോമഡിയാണ്. കാര്യം ആളെ കാണുന്ന രീതിയിലും കാണിച്ചു വച്ചിരിക്കുന്ന രീതിയെല്ലാം നല്ല കിഡിലനായിട്ട് തന്നെയാണ് കേട്ടോ. സെറ്റപ്പ് ഒരു കല്യാണം കാര്യങ്ങളൊക്കെ കഴിയുന്നത് എല്ലാം കാണിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നല്ലൊരു കോമ്പറ്റീഷനും കാര്യങ്ങളും വന്ന് അത് തവിടുപൊടി ആവുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നീട് രാജേഷ് മാധവൻ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോവനായിരിക്കും മെയിനായിട്ട് വരാൻ പോകുന്നത്. ഇത് ആദ്യം മെയിൻ കാണിക്കുന്നത് നമ്മുടെ രാജേഷ് ഏട്ടനെയാണ്. ഏറ്റവും അവസാനം എന്താവുമെന്ന് നമുക്കറിയത്തില്ല. ടിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുമായിരിക്കും അല്ലേ.
അവസാനം ഒരു ചിരിയൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ചാക്കോവൻ്റെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം അവസാനം കഥയൊക്കെ മാറുമായിരിക്കും ചിലപ്പോൾ. നമ്മൾ കണ്ടതല്ലായിരിക്കും പിന്നെ കാണാൻ പോകുന്നത്, അതല്ലേ സിനിമ എന്ന് പറയാൻ പോകുന്നത്. നല്ലൊരു രാജേഷ് ഏട്ടൻ്റെ നല്ല അടിപൊളി ഒരു കോംബോയാണ്. രണ്ടുപേരും കൂടെ നല്ല പുതിയ ജോഡിയും കാര്യങ്ങളും നല്ല സെറ്റപ്പാണ് മറ്റേ പടത്തിൻ്റെ. താൻ കൊണ്ടേ കൊടുക്കുക കേസിനകത്ത് നടിയും നായികയാണ്. അവർ രണ്ടര കോംബോയാണ് ഇതിനകത്ത് നായകനായിട്ട് വന്നിരിക്കുന്നത്. നല്ല സെറ്റപ്പ് രീതി തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. കാര്യം വർക്കൗട്ട് നല്ല രീതിയിൽ വർക്കൗട്ടാണ്. ആ രണ്ടുപേരുടെ ലിങ്കും കാര്യങ്ങളും നല്ല കിഡിലായിട്ട് വർക്കൗട്ടും കാര്യങ്ങളാവുന്നുണ്ട്. നല്ല കോമഡി വരുന്നുണ്ട്, നല്ല ആക്ഷന്. പുള്ളിയുടെ ചിരിയും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. അത് യാതൊരു മാറ്റമില്ല. കാര്യം ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിരിച്ചും നല്ല ഉല്ലസിച്ച് പോകുന്ന രീതിയിൽ തന്നെയാണ് പടവും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇനി മൂവിയും കാര്യങ്ങളും ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും റിലീസിൻ്റെ ഡേറ്റ് തന്നെ നിങ്ങൾ പോയി കണ്ടോ, മസ്റ്റ് വാച്ചിങ് ആണ്. പൈസ വാസുലോകത്തില്ല നല്ല കിഡിലിനായിട്ട് പൈസ ലാഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമഡി മൂവി തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് ചിരിച്ച് ചാവാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഒരു മാറ്റമില്ല. നിങ്ങൾ 100% ഉറപ്പുണ്ടോ? ഈ ട്രെയിലർ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ വിട്ടോ, ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. 100% നിങ്ങൾ വിട്ടോ. നല്ല കിടിലൻ ഒരു മൂവിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. നല്ല കോമഡി ചിരിച്ച് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയില മലയാളം പടം ഇപ്പം കോമഡിയിലോട്ട് വീണ്ടും തിരിഞ്ഞു വരുവാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പം സെറ്റപ്പാണ്. കോമഡി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉഗ്രം കോമഡി ആയിരിക്കും ഈ പടത്തിനകത്ത് വരാൻ പോകുന്നത്, കാഴ്ച വെക്കാൻ പോകുന്നതും എല്ലാവരും. അപ്പോൾ എന്തായാലും വിജയാശംസകൾ നേർന്നു കൊള്ളുന്നു. പിന്നെ കൂടുതലൊക്കെ എല്ലാവരും പടമൊക്കെ കണ്ടതിന് ശേഷം ഓരോ റിവ്യൂയും കാര്യങ്ങളൊക്കെ വരട്ടെ. എന്തായാലും വിജയാശംസ നേർന്നുകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നതിന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം നേരം. ബൈ.